ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗിലെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രം ദി ഫോളോയിങ് ഫൈൻഡ് ഔട്ട് പി വി റേഷ്യോ. ഓക്കെ, മറ്റൊന്ന് BEP, then net profit for the sale of 3 lakh, then sale required to get a profit of 70,000. ഇതാണ് ക്വസ്റ്റ്യൻ. Then നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു ഇൻഫർമേഷൻ, പൊസിഷൻ ഓഫ് എ ലിമിറ്റഡ് ഫോർ ദി ഇയർ 2020. സെയിൽസ് വന്നിരിക്കുന്ന 2 lakh ആണ്. അവർക്ക് വേരിയബിൾ കോസ്റ്റ് 1,50,000 ഉണ്ട്. ഇപ്പോൾ സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് കോൺട്രിബ്യൂഷൻ 50,000 എന്താണ് കോൺട്രിബ്യൂഷൻ ആണ്. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കൊരു ചാർട്ട് തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇക്വേഷൻ അറിയാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. കോൺട്രിബ്യൂഷൻ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 50,000 ആണ്. സോ സെയിൽ വന്നിരിക്കുന്നത് 2 lakh ആണ്. അപ്പോൾ 50,000 ഡിവൈഡ് ബൈ 2 lakh ഇൻറ്റു 100, 25% അല്ലെങ്കിൽ 1/4. ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് കിട്ടും അല്ലേ? അപ്പൊ ഇതാണ് എന്ത് പി വി റേഷ്യോ. ഇപ്പൊ പി വി റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാൻ എളുപ്പമാണ്. നെക്സ്റ്റ് BEP ആണ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന BEP ഇക്വേഷൻ ഉണ്ട്. ബട്ട് പി വി റേഷ്യോ കിട്ടുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PVR, പി വി റേഷ്യോ. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 15,000 ആണ്. ഡിവൈഡ് ബൈ 25%. ഓക്കെ, 25%. അപ്പൊ ഇത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60,000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ BEP സെയിൽസ് എത്രയാണ്? 60,000 രൂപയാണ്. ഓക്കെ, then sales required to earn profit of 70,000. ഓക്കെ, അതായത് ഇത്ര പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര എന്താ പറയാ സെയിൽ നടത്തണം? സിമ്പിൾ ആണ്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ്. ഓക്കെ, അതായത് ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70,000 ആണ്. ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഏതാണ് ഇക്വേഷൻ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PVR. അപ്പം നമുക്ക് ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്. അപ്പൊ 3 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് 15,000, ദെൻ 70,000 ആണ് എന്ത് വരുന്നത്? പ്രോഫിറ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ 25%. അപ്പൊ നമുക്ക് 3,40,000 എന്ന് ആൻസർ കിട്ടും. അപ്പം ദിസ് സെയിൽ ഈസ് എനഫ് ടു ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് 70,000.